കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ ഗണിതശാസ്ത്ര രീതികൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഹെഡിങ്ങിന് താഴെ മാത്രമേ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിൽ കനപ്പെട്ട രീതിയിൽ വല്ലതും സംഭാവനയായിട്ട് പറയാനുള്ളൂ. കേരള മുസ്ലിം ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന പണ്ഡിത വര്യനാണ് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൊയ്ലി. 114 അധ്യായങ്ങളുള്ള ഖുർആനിൽ 29 എണ്ണത്തിലും ആദ്യത്തെ സൂക്തമായി വന്നിട്ടുള്ള പ്രത്യേകം അർത്ഥം പറയാനാവാത്ത ചില കേവലാക്ഷരങ്ങളെ കുറിച്ചുള്ള ഗഹനമായ പഠനത്തിലൂടെയാണ് കോയക്കുട്ടി മൊയ്ലി ശ്രദ്ധേയനാകുന്നത്. ഒരു കാലത്ത് സകല ശാസ്ത്ര ഗവേഷണങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന മുസ്ലിം സമൂഹം സ്പെയിനിന്റെ തകർച്ചയോടെ കണ്ടെത്തലുകൾക്ക് രേഖകളില്ലാത്ത സമുദായമായി മാറി. ഇറാഖിലും കൊർദോവയിലും ഉണ്ടായിരുന്ന മുസ്ലിം പ്രതിഭകളുടെ ഗ്രന്ഥശേഖരങ്ങൾ കവർച്ച ചെയ്യപ്പെടുകയും ശേഷിച്ചവ അഗ്നിക്കിരയാവുകയും ചെയ്തപ്പോൾ അതുവരെയുള്ള ചരിത്രം തന്നെ ഇടിഞ്ഞൊടുക്കുകയായിരുന്നു. മോഷ്ടിക്കപ്പെട്ട മുസ്ലിം ഗവേഷണങ്ങളും കണ്ടെത്തലുകളും യൂറോപ്യർക്ക് പക്ഷേ അതിന്റെ അറബി ഭാഷയിലുള്ള പല മൂലപദങ്ങൾക്കും പകരം പേര് പോലും വെക്കാനാവാതെ നിസ്സഹായരായി. അതുകൊണ്ടാവണം രസതന്ത്രത്തിലെ ആൽക്കലൈൻ തുടങ്ങി മിക്ക പദങ്ങളുടെയും തുടക്കം അൽ വെച്ച് തുടങ്ങുന്നത്. സമാനമായ യഥേഷ്ടം അറബി പദങ്ങൾ എല്ലാ ആധുനിക ശാസ്ത്ര ശാഖകളിലും നമുക്ക് കണ്ടെത്താനാവും. ഗോളശാസ്ത്രത്തിൽ മുടിചൂടാ മന്നന്മാരായി തുടർന്നിരുന്ന മുസ്ലിം സമൂഹം ഗണിതശാസ്ത്രത്തിൽ മുദ്ര പതിപ്പിച്ചു തുടങ്ങി. 1970-കളിലാണ് ഖുർആനിക ഗണിതശാസ്ത്രം എന്നൊരു ശാഖ ലോകത്തിൽ പിറവിയെടുക്കുന്നത്. ലോകത്ത് നിലവിലുണ്ടായിരുന്ന വേദങ്ങളിലും ഉപനിഷത്തുകളിലും പരാമർശിച്ചിട്ടുള്ള വേദഗണിത രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഖുർആനിന്റെ ഗണിതശാസ്ത്ര അനുഭവം. കാരണം അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ നേരിട്ടുള്ള ഗണിത സമീകരണങ്ങളാണ്. വിചിത്രം എന്ന് പറയട്ടെ, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയിലെ ഡർബനിൽ നിന്നാണ് ഖുർആനിലെ സംഖ്യാവിസ്മയങ്ങളെ കുറിച്ച് പ്രഥമ ചുവടുവെപ്പ് നടന്നത്. വടക്കേ അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന തെക്കേ ആഫ്രിക്കക്കാരനായ എഞ്ചിനീയർ ഡോക്ടർ റഷാദ് ഖലീഫ തന്റെ കമ്പ്യൂട്ടറിലൂടെയാണ് ഈ മഹാവിസ്മയത്തിന്റെ വാതിൽ തുറന്നത്. അതിന്മേൽ 19 എണ്ണമുണ്ട്. എന്ന ഖുർആൻ വാക്യത്തെ ചുവട് പിടിച്ച് ഖുർആനിലെ ചില 19കളാണ് അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ കാതൽ. തുടർന്ന് അങ്ങോട്ട് അമേരിക്കക്കാരനായ അബു അമീന ബിലാൽ ഫിലിപ്സും അഹമ്മദ് ജിലാബും ഒക്കെ 19ന്റെ ഖുർആനിക ബന്ധത്തെ കുറിച്ച് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ഖുർആനിക ഗണിതത്തിന്റെ വളർച്ചയിലെ ഈ ഒരു മുഹൂർത്തത്തിലാണ് ഭൗതിക ശാസ്ത്ര ബിരുദമുള്ള മലയാളിയായ മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൊയ്ലി ഖുർആനിലെ 19ലേക്കും കേരളാക്ഷരങ്ങളിലേക്കും ശ്രദ്ധ തിരിക്കുന്നത്. ഇവിടെ മുതലാണ് കേരള ചരിത്രത്തിൽ ഖുർആനിക ഗണിതം ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം എന്നതിലുപരി ഒരു ശാസ്ത്ര പ്രതിഭാസത്തെയാണ് ഖുർആനിലെ ഈ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് കോയക്കുട്ടി മൊയ്ലി കണ്ടെത്തി. അതോടൊരു ശാസ്ത്രത്തിന്റെ രൂപവും ഭാവവും ഈ പ്രതിഭാസത്തിന് കൈവന്നു. ബീജഗണിതത്തിലെ ചരാങ്കണങ്ങൾ വേരിയബിൾസ് എന്നോണം ഖുർആനിക ചരാങ്കണങ്ങൾ അല്ലെങ്കിൽ ഖുർആനിക വേരിയബിൾസ് ആയി സദൈവം കോയക്കുട്ടി മൊയ്ലി കേവലാക്ഷരങ്ങൾക്ക് നൽകി. അങ്ങനെ ബീജഗണിതം എന്ന ഗണിതശാസ്ത്ര ശാഖയ്ക്ക് ബീജാവാപം നൽകിയത് ഖുർആനിലെ ഈ അക്ഷരങ്ങളായിരിക്കുമെന്ന് തെളിവുകൾ സഹിതം മൗലവി സമർത്ഥിച്ചു. അതുകൊണ്ടായിരിക്കണം അൽ ഖവാരിസ്മി എന്ന അറബി ഗണിതശാസ്ത്രജ്ഞനിലൂടെ തന്നെ ആൾജിബ്രയുടെ അടിസ്ഥാനം ആധുനിക ഗണിതത്തിന് സംഭാവന ചെയ്യപ്പെടാൻ ഇൽമ അൽ ജബർ വൽ മുഖാബല എന്ന ഗ്രന്ഥം നിമിത്തമായിരുന്നു. ഖുർആനിലെ 14 കേവലാക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറം എത്തിച്ചേരുന്നുണ്ടെന്ന് വ്യക്തമാണ്. ലൗഹുൽ മഹ്ഫൂദിലുള്ള അമൂർത്ത രൂപത്തെ അബ്സ്ട്രാക്ട് ഫോമിനെ ചൂണ്ടിക്കാട്ടുകയാണ് ഈ അക്ഷരങ്ങൾ. ആ അമൂർത്ത രൂപത്തെ 14 അക്ഷരങ്ങൾ വഴി കോർത്തിനെത്തിയ കൃത്യമായ സംഖ്യാബന്ധങ്ങൾ എല്ലാം പരസ്പരം സംയോജിപ്പിക്കുന്ന ഒരൊറ്റ ശൃംഖല. ബിസ്മിയുടെ അക്ഷരങ്ങളുടെ എണ്ണവും ഖുർആനിലെ ബിസ്മികളുടെ എണ്ണവും അധ്യായങ്ങളുടെ എണ്ണവും എല്ലാം 19 അതിന്റെ ഗുണിതങ്ങളുമായി കോയക്കുട്ടി മൊയ്ലി വിശദീകരിക്കുന്നു. ആധുനിക കമ്പ്യൂട്ടറുകളുടെ മെമ്മറിയിൽ അതീവ സൂക്ഷ്മമായി വസ്തുതകൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന രീതി 0, 1 എന്നീ സംഖ്യകളായിട്ടാണെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ സംരക്ഷിത ഫലകത്തിൽ അതിനോട് കൃത്യമായ അല്ലെങ്കിൽ അതിലപ്പുറമുള്ളതായ അക്ഷരസംഖ്യാ ബന്ധത്തിലാണെന്നത് പ്രസ്താവ്യമാണ്. അതിന്മേൽ 19 എണ്ണമുണ്ട് എന്ന ഖുർആൻ സൂക്തത്തിന് ശേഷം നരകകിങ്കരന്മാരായ മലക്കുകളെ കുറിച്ചാണ് പരാമർശം. തുടർന്ന് ഖുർആൻ പറയുന്നു, അവരുടെ എണ്ണം നാം വെച്ചിട്ടുള്ളത് അവിശ്വാസികളെ പരീക്ഷിക്കാനും വിശ്വാസികൾക്ക് വിശ്വാസം ദൃഢമാക്കുന്നതിനും വേണ്ടിയാണെന്നാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഖുർആനിലെ ഗണിതപരമായ ഗവേഷണ പഠനങ്ങൾക്കുള്ള അനന്ത സാധ്യതകളുടെ പ്രസക്തിയിലേക്കാണ്. കോയക്കുട്ടി മൊയ്ലിയുടെ ഗവേഷണങ്ങൾ 19 ചുറ്റിപ്പറ്റി ഇതുപോലെ തുടരുകയാണ്. സംഖ്യാവിസ്മയങ്ങളിലേക്കും ബീജഗണിതത്തിന്റെ ആത്മാവിലേക്കും ഖുർആനിക സൂക്തങ്ങളുടെ അർത്ഥവ്യാഖ്യാനം വിശാലമായും കടന്നു കയറേണ്ടതുണ്ട്. അതിനെ ബലപ്പെടുത്താൻ ഉതകുന്ന തുടർ പഠനങ്ങൾ നമ്മുടെ പണ്ഡിതവര്യന്മാരിൽ നിന്നും നിർഭാഗ്യവശാൽ ഉണ്ടാവുന്നില്ല എന്നത് ഖേദകരമാണ്. കോയക്കുട്ടി മൊയ്ലിയുടെ ഖുർആനിന്റെ ഗണിതശാസ്ത്ര വ്യാഖ്യാനത്തെ പൊതുസമൂഹം ഇനിയും വേണ്ട വിധം അറിഞ്ഞിട്ട് പോലുമില്ല. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക പ്രസിദ്ധീകരണാലയങ്ങളും പണ്ഡിത സഭയും ഒക്കെ മുട്ടാണിശ്ശേരിയുടെ വിപ്ലവകരമായ ഗവേഷണങ്ങളെ വേണ്ട വിധം പരിഗണിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇസ്ലാമിക ശാസ്ത്ര ഗണിതശാസ്ത്ര നവോത്ഥാന നായകരിൽ പ്രമുഖനായി അദ്ദേഹത്തെ അവരോധിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ
പ്രതീക്ഷകൾക്ക് വഴിയുണ്ട്. കോയക്കുട്ടി മൊലിയുടെ ഗവേഷണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലയിൽ ഖുർആനിൽ നിന്നും സെക്കൻഡറി സ്കൂൾ പഠിതാക്കൾക്ക് ഒരു ഗണിതശാസ്ത്ര ബോധന തന്ത്രം എന്ന വിഷയത്തിൽ ഒരു പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 19 എന്ന സംഖ്യാഗണത്തിനപ്പുറം പ്രസ്തുത പഠനത്തിലെ 2 പരാമർശങ്ങൾ ഉദാഹരണമായി ഇവിടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഒന്ന്, സൂറത്തുൽ കഹ്ഫിലെ 25-ാം സൂക്തമാണ്. അവർ ഗുഹയിൽ 300 വർഷം താമസിച്ചു. അവർ 9 വർഷം കൂടുതലാക്കുകയും ചെയ്തു. സൂര്യവർഷ കലണ്ടർ പ്രകാരം 300 വർഷമാണെങ്കിൽ ചന്ദ്രവർഷ കലണ്ടർ പ്രകാരം അത് 309 വർഷമാകുമെന്ന ഗണിത ക്രിയയാണ് ഖുർആൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. 365 ദിവസമാണ് സൂര്യവർഷം, 354 ദിവസമാണ് ചന്ദ്രവർഷം. അതായത് 365 ഹരിക്കണം 354 ഗുണിക്കണം 300 സമം 309.321 എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ഖുർആൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഗണിത ക്രിയയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഉദാഹരണം 2, ദൈവിക സൃഷ്ടിപ്പിലെ ഏറ്റവും വലിയ ഗണിതം എന്ന് വിശേഷിപ്പിക്കാവുന്ന സുവർണാനുപാതം, ഗോൾഡൻ റേഷ്യോ നമ്മൾ പലരും കേട്ടിട്ടുണ്ടാകും. പൈതഗോറസ് എന്ന ഗണിതശാസ്ത്രജ്ഞനാണ് അത്തരം ഒരു ആശയം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത്. 65-ാം അധ്യായത്തിൽ സൂറത്ത് തീനിൽ അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ഒരു പ്രയോഗമാണ് നമ്മുടെ കേരളത്തിലെ സകല ഖുർആൻ പരിഭാഷകളിലുള്ളത്. ഇവിടെ ഘടന എന്ന അർത്ഥം നൽകിയിരിക്കുന്ന തഖ്വീം യഥാർത്ഥത്തിൽ സംഖ്യാപരമാണ്. അഹ്സനി തഖ്വീം എന്ന വാക്ക് തന്നെ, അഹ്സൻ എന്നുള്ള സാധനം തന്നെ സുവർണാനുപാതം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, പരിഭാഷപ്പെടുത്താവുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ പൊക്കിൽ ബിന്ദുവും കൈമടക്കും കാൽമടക്കും എല്ലാം ഗോൾഡൻ പോയിന്റുകളാണ്. ഗോൾഡൻ റേഷ്യോയെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ പൈതഗോറസ് അതേക്കുറിച്ച് പറയുന്നത് ഒരു പ്രത്യേക ചതുരം, ആ ചതുരത്തിന് നീളവും വീതിയും തമ്മിൽ ഹരിച്ചാൽ 1.618 എന്ന ഒരു കോൺസ്റ്റന്റ് കിട്ടും. ഈ ഒരു കോൺസ്റ്റന്റ് കിട്ടുന്ന ഏതൊരു ചതുരവും സുന്ദരമായ ചതുരമായിരിക്കും എന്നാണ് പൈതഗോറസ് പറഞ്ഞത്. ഈ ഒരു സംഗതി വെച്ചിട്ടാണ് ഖുർആനിലെ മനുഷ്യ ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ സകല സൗന്ദര്യ ശാസ്ത്രത്തിന്റെയും അടിസ്ഥാനമായിട്ട് ശരിക്കും നമുക്ക് ഈ ഒരു ആയത്ത് വെച്ചിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ഈ ഒരു തത്വം തന്നെയാണ് ശംഖിന്റെ രൂപത്തിലും ചെടികളിലെ ഇലകളുടെ ക്രമീകരണത്തിലും എല്ലാം ഇതിന്റെ അനുബന്ധങ്ങളാണ്. ചെവിയുടെ ഘടനയിലും ഗർഭപാത്രത്തിൽ കുഞ്ഞ് വളർന്നു വരുന്നതുമെല്ലാം ഈ ഗോൾഡൻ സ്പൈറലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധമാണ്. അക്ഷര തത്വത്തിന്റെ വ്യാഖ്യാനപ്പെടുന്നവയാണ്. ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഖുർആനിക പരാമർശം വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഈ ഒരു വൈജാത്യം വെച്ചിട്ട് തന്നെ നമ്മൾക്ക് ട്രിഗോണമെട്രിയിലെ ഏറ്റവും വലിയ കൺസെപ്റ്റ് ആവുന്ന ഒരു കെട്ടിടത്തിന്റെ ഉയരം കാണാൻ നമ്മൾ സാധാരണ ത്രികോണമിതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആശയം നമ്മുടെ കേവലം ശരീരം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം നമ്മുടെ ശരീരത്തിൽ പടച്ചവൻ വെച്ചിരിക്കുന്നു. അത് ഉപയോഗിക്കാൻ ഇത് ഖുർആനികമായ സാധനമാണെന്ന് തുറന്നു പറയാൻ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ പ്രയാസമാണെന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നുള്ള ആ വാക്ക് എന്നാണ് അറബി ഭാഷയിൽ ഈക്വൽ ടു എന്നുള്ള സാധാരണ അറബി ഭാഷയിൽ അറബികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് ഗണിതപരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ഉയരവും പടച്ചവൻ നമ്മളെ സൃഷ്ടിക്കുകയും ചെയ്തൊരു സംഗതിയാണ്. നമ്മുടെ ഉയരം തന്നെയാണ് നമ്മുടെ വീതി. വിരലിന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള നീളമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉയരം. പടച്ചവൻ ഒരുപക്ഷെ അല്ലെങ്കിൽ എന്നത് ഇതിനെയും കുറിച്ചായിരിക്കാം പറഞ്ഞത്. നമ്മളത് പാടെ വിസ്മരിച്ചതാണ്. നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്ന് ഏറ്റവും വലിയ ഒരു പ്രയാസമായിട്ട് ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയത്. ഇനി വരുന്ന ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ നമ്മുടെ സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. ഗണിതശാസ്ത്രത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടോ താൻ കുറിച്ച് കൊണ്ടോ പണ്ഡിത ലോകം ഏറ്റുപിടിക്കാൻ പഠിക്കുന്ന ഖുർആനിന്റെ ഗണിത വിസ്മയം തുടർ ഗവേഷണങ്ങളിലൂടെയും മറ്റും ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ സകല സീമകൾക്കും അപ്പുറം ഇടം പിടിക്കുമെന്നതിൽ സംശയമില്ല. പ്രകൃതിയിൽ എല്ലായിടത്തും അള്ളാഹുവിന്റെ സൈന്യങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഖുർആനിലെ പരാമർശമാണ്. അക്കങ്ങൾ അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ ഒരു വിഭാഗമാണെന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 19 എന്ന സംഖ്യ പ്രസ്താവിച്ചതിന് അടുത്ത വാക്യങ്ങളിലായി ഇങ്ങനെ കാണാം: നിന്റെ റബ്ബിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ ആരും അറിയുന്നില്ല, വിസ്മയങ്ങൾ അവസാനിക്കുന്നില്ല. ഈ ഖുർആൻ വാക്യം പോലും എന്ന 19 പരാമർശ ശേഷം പറഞ്ഞ ഈ ഖുർആൻ വാക്യം പോലും 19 അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഖുർആനിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ചരിത്ര പുരുഷൻ നമ്മുടെ ഇതിലേക്കെല്ലാം നമ്മളെ നയിച്ചു കൊണ്ടുപോകാൻ പ്രചോദിതനായ കോയക്കുട്ടി മൊലവിയുടെ പരലോകമോക്ഷത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന്, ഈ ഒരു ചരിത്ര സെമിനാറിൽ അവസരം തന്നതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കും.